നിങ്ങളൊരു വാഹന ഉടമയാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. അതായത് നമ്മളെ വാഹനം എടുത്ത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ പോലീസ് ചെക്കിങ്ങിലൊക്കെ പെടാറുണ്ടാവും. അപ്പോൾ പോലീസ് ചെക്കിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളോട് നമ്മളെ വണ്ടിയുടെ പേപ്പർ, നമ്മളെ ലൈസൻസ്, അതുപോലെ നമ്മളെ വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പർ, പൊല്യൂഷൻ പേപ്പർ ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളെ കയ്യിൽ ഒരു പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അവിടെ ചിലവാകും. അതായത് നമ്മൾ ആ ഒരു പേപ്പറൊക്കെ എടുത്ത് കൊടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പോരാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ നിങ്ങളെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആര് വന്ന് നിങ്ങളെ വണ്ടിയുടെ പേപ്പർ ചോദിച്ചാൽ, ഇപ്പോൾ RC പേപ്പർ അല്ലെങ്കിൽ ഇൻഷുറൻസ് പേപ്പർ, അതുപോലെ പൊല്യൂഷൻ പേപ്പർ, അതുപോലെ ലൈസൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മളെ പൊല്യൂഷൻ ഇപ്പോൾ വണ്ടിയുടെ പൊല്യൂഷൻ്റെ ടൈം തെറ്റാനായാൽ ഒരു മാസം മുമ്പ് തന്നെ നമ്മളെ അലേർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മളെ ഇൻഷുറൻസ് തീരാനായാൽ ഒരു മാസം മുമ്പ് തന്നെ നമ്മളെ അലേർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. ഇത് കൂടാതെ മറ്റൊരുപാട് ഫീച്ചറുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കധികം സമയം കളയേണ്ട, നമുക്ക് ഏതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു അറിവ് നിങ്ങളെ മറ്റേ അറിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള സെർച്ച് ബാറിലോട്ട് ക്ലിക്ക് ചെയ്ത് mParivahan എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു പരിവാഹൻ്റെ ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഓപ്പൺ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴെ കാണാൻ പറ്റും ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിലിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും സെലക്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കേരള സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിന് താഴെ നമ്മളെ ഫുൾ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ RCയിലോ അല്ലെങ്കിൽ നമ്മളെ ലൈസൻസിലോ ഉള്ള പേര് അതുപോലെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിന് താഴെ ഒരു 6 അക്ക MPIN എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 6 അക്ക ഒരു പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ IDയും എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൊടുത്ത ഒരു മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP ഈ ഒരു പേജിൽ ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് ആവും വരും. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങളെ പേരൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് നമ്മളെ വെഹിക്കിൾ ഡീറ്റെയിൽ ആഡ് ചെയ്യണം. അതുപോലെ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിലും ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിൽ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് 3 ഓപ്ഷൻ കൂടി ഇവിടെ കാണാൻ പറ്റും. ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ്, PUCC, പൊല്യൂഷൻ്റെ ആ ഒരു ഇതും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വെഹിക്കിൾ ഡീറ്റെയിൽ ആണ് ആദ്യം ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇൻഷുറൻസും പൊല്യൂഷനും നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ വെഹിക്കിൾ എന്ന് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിനപ്പുറത്ത് ഈ ഒരു ഭാഗത്ത് എൻ്റർ വെഹിക്കിൾ നമ്പർ എന്ന് പറയുന്നൊരു ഭാഗം കാണാം. അവിടെ നിങ്ങളെ വെഹിക്കിൾ നമ്പർ, നിങ്ങളെ വണ്ടി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. അതിനുശേഷം ഈ ഒരു സെർച്ച് ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങളെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണാൻ പറ്റും. വെഹിക്കിൾ നമ്പർ, അതുപോലെ ഓണർ നെയിം, അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഡേറ്റ്, അതുപോലെ നിങ്ങളെ ടാക്സ് വാലിഡേഷൻ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇൻഷുറൻസ് വാലിഡേഷൻ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ പൊല്യൂഷൻ കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു വെഹിക്കിൾ നമ്പർ അടിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരാളുടെ വെഹിക്കിൾ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളെ വെഹിക്കിൾ ഡീറ്റെയിൽ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴെ കാണാൻ പറ്റും ക്രിയേറ്റ് വെർച്വൽ RC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട്, നമ്മളെ ചേസ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റർ ലാസ്റ്റ് 5 ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളെ വെഹിക്കിളിൻ്റെ RC എടുത്തു കഴിഞ്ഞാൽ ആ ഒരു RCയിൽ ഉണ്ടാവും ചേസ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ ലാസ്റ്റത്തെ 5 അക്കം മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്ത്. അതിന് താഴെയായിട്ട് ഇവിടെ കാണാൻ പറ്റും എൻജിൻ നമ്പർ എന്ന് പറഞ്ഞിട്ട്, അതും എൻ്റർ ലാസ്റ്റ് 5 ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ എൻജിൻ നമ്പറും നിങ്ങൾ RCയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എൻജിൻ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 5 അക്കം മാത്രം ആ ഒരു താഴെ ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് വെർച്വൽ RC എന്ന് പറയുന്ന ആ ഒരു
ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൊടുത്ത നമ്പറിലോട്ട് ഒരു OTP കൂടി വരുന്നതാവും. അപ്പോൾ ആ ഒരു OTP ഇവിടെ ഈ ഒരു എൻ്റർ OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു പോപ്പപ്പ് വരും. അപ്പോൾ ഇതിലൂടെ കാണാൻ പറ്റും വെർച്വൽ RC സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതാണ് നിങ്ങൾ ആ ഒരു വെർച്വൽ RC. അപ്പോൾ ഇതിൽ താഴോട്ട് വരുമ്പോൾ നിങ്ങളെ വെഹിക്കിളിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴോട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മളെ വെഹിക്കിളിൻ്റെ RC ഇപ്പോൾ നമ്മളൊരു വെർച്വൽ RC ആക്കി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ലൈസൻസ് ഇതുപോലെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കിലോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴെ റിട്ടേൺ ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഹോം പേജിലോട്ട് എത്തുന്നതാവും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ RC ആഡ് ചെയ്തപ്പോൾ തന്നെ അലേർട്ട് എന്നുള്ള ഭാഗത്ത് നമ്മളെ എന്തെങ്കിലും ഇപ്പോൾ എക്സ്പയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല ഒരു 30 ദിവസം മുമ്പ് തന്നെ എന്തെങ്കിലും എക്സ്പയർ ആവാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അലേർട്ട് എന്നുള്ള ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പുതുക്കാവുന്നതാണ്, റിന്യൂവൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലൈസൻസ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ മുകളിൽ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെർച്ച് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണ് ഞാനിവിടെ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ലോഡ് ആയതിനു ശേഷം ഇതുപോലൊരു പേജ് വരും. അപ്പോൾ ഇതിൽ നിങ്ങളെ ലൈസൻസ് ഡീറ്റെയിലുകൾ കുറച്ച് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ആഡ് ചെയ്യാനായിട്ട് താഴെ അവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് എ വെർച്വൽ DL എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മളോട് നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഡേറ്റ് അതുപോലെ മന്ത് ഇയർ ആ ഒരു രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളെ നമ്പറിലോട്ട് വീണ്ടും OTP വരും. അപ്പോൾ ആ ഒരു OTP ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇതുപോലൊരു പോപ്പപ്പ് വരും വെർച്വൽ DL സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതാണ് നമ്മളെ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വെഹിക്കിൾ ഡീറ്റെയിലും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസും ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ മറ്റൊരുപാട് ഫീച്ചറുകൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളതാണ് ഇത് രണ്ടും. അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മറ്റുള്ളതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്കിലോട്ട് വരികയാണ്. ഇനി ഇൻ കേസ് ഇനി ആരെങ്കിലും നിങ്ങളോട് നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നിങ്ങളെ വെഹിക്കിൾ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പറും MPIN എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചും സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ RC ആണ് ചോദിക്കുന്നതെങ്കിൽ മൈ വെർച്വൽ RC എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വെഹിക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വെഹിക്കിളിൻ്റെ RC ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത RC കാണിക്കാനായിട്ട് ഇവിടെ കാണാൻ പറ്റും വ്യൂ വെർച്വൽ RC എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ താഴെയായിട്ട് അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു വെർച്വൽ RC കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു RC കാണിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൽ തന്നെ നമ്മളെ വെഹിക്കിളിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇൻഷുറൻസ് അതുപോലെ പൊല്യൂഷൻ്റെ കംപ്ലീറ്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ലൈസൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ബാക്കിലോട്ട് വന്ന് മൈ വെർച്വൽ DL എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കാണാൻ പറ്റും വ്യൂ വെർച്വൽ DL എന്ന് പറയുന്നത്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസും ഇതുപോലെ കാണിച്ചു കൊടുത്താൽ മതിയാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.